ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ബോഡി വാഷസിനെ കുറിച്ചാണ്. അതും 200 രൂപയുടെ ഇടയിലുള്ളത്. അപ്പോൾ ബോഡി വാഷ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബോഡി വാഷ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നല്ല ഒരു ബോഡി വാഷാണ് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയും സ്കിന്നും എപ്പോഴും ഫ്രഷ് ആൻഡ് സൂത്തനിങ് ആയിട്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് സോപ്പ് അല്ലെങ്കിൽ ബോഡി വാഷാണോ സോപ്പാണോ നല്ലത് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഉത്തരം ബോഡി വാഷ് എന്നാണ്. കാരണം സോപ്പിൽ ഒരുപാട് കെമിക്കൽ ഏജൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ബോഡീനെ ഡള്ളായിട്ടും ഡ്രൈ ആക്കാനായിട്ടാണ് എപ്പോഴും നോക്കുന്നത്. അപ്പോൾ എല്ലാ സോപ്പുകളുടെ pH ലെവൽ എന്ന് പറയുന്നത് ഒരു എബവ് 8 to 10 ഇടയിലായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ pH എന്ന് പറയുന്നത് 4.5 to ഒരു 5.5 ഒക്കെ ഇടയിലായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്ന് കൂടുതലും ഡ്രൈ ആകുള്ളൂ. അപ്പോൾ ഷവർ ജെല്ല് സ്കിന്നിൻ്റെ pH ലെവലായിട്ട് മാച്ചാണ്, ഏതാണ്ട് മാച്ചായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഷവർ ജെല്ലായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ സ്കിൻ ഡിസീസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഫ്രാഗ്രൻസ്, എസെൻഷ്യൽ ഓയിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ആക്കാതിരിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബോഡി വാഷിലേക്ക് കടക്കാം. ഫസ്റ്റ് ബോഡി വാഷ് എന്ന് പറയുന്നത് ബയോട്ടിക്കിൻ്റെ ബയോ ആപ്രിക്കോട്ട് റീഫ്രഷിങ് ബോഡി വാഷാണ്. ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫേമസ് ഈ ഒരു ബോഡി വാഷസിൽ കൂടെ തന്നെയാണ്. ഇതിൽ കുറേ വേറെ ഇൻഗ്രീഡിയൻസ് ഉള്ള ബോഡി വാഷസ് ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ആപ്രിക്കോട്ടിൻ്റെയാണ്. അപ്പോൾ സ്കിന്നിനെ അധികം ഡ്രൈ ആക്കുന്നില്ല ഈ ഒരു ബോഡി വാഷ് എന്ന് പറയുന്നത്. പിന്നെ ജെന്റിൽ ആൻഡ് റീഫ്രഷിങ് ആയിട്ടുള്ള ഒരു ബോഡി വാഷ് കൂടിയാണ്. നോർമൽ ടു ഡ്രൈ സ്കിന്നിന് ഇത് നല്ലതാണ്. ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് നല്ലതല്ല. നോർമൽ ടു ഡ്രൈ സ്കിൻ, പിന്നെ അതുപോലെ ഓയിലി സ്കിൻ ഉള്ളവർക്കും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഫ്രാഗ്രൻസ് ഒക്കെ ഒരു മൈൽഡായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്കിന്നിലെ pHനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആപ്രിക്കോട്ട്, അതേപോലെ മഞ്ഞൾ, സോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 180 ആണ്. 190 ml ആമസോണിൽ 123 അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോഡി വാഷ് കൂടിയാണ്. നെക്സ്റ്റ് ബോഡി വാഷ് എന്ന് പറയുന്നത് നിവിയയുടെ ക്രീം കെയർ ബോഡി വാഷാണ്. ക്രീം കെയർ പ്യുവർ കെയർ ഷവർ ജെൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ക്രീമി ആയിട്ടുള്ളൊരു ബോഡി വാഷും കൂടിയാണിത്. അപ്പോൾ ഇത് നോർമൽ ടു ഡ്രൈ, പിന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നിനും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് ജെന്റിൽ ആൻഡ് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു ബോഡി വാഷ് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് വളരെ മറ്റേ ഫ്രാഗ്രൻസ് പോലെ തന്നെ വളരെ മൈൽഡായിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതിൽ വിറ്റമിൻ സി, വിറ്റമിൻ ഇ ആൻഡ് ഓയിൽസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 250 ആണ്. അതും 250 ml ആമസോണിൽ ഇത് 190 അവൈലബിൾ ആണ്. അപ്പോൾ സോപ്പ് ഉപയോഗിക്കുന്നവർ ബോഡി വാഷിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ സ്കിന്നിനും ബോഡിക്കൊക്കെ നന്നായിട്ട് ഉണ്ടാകും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 2 ബോഡി വാഷസാണ്. വളരെ വില കുറവിൽ നമുക്കിത് ഓൺലൈനിലും കിട്ടും. നമുക്കിത് എല്ലാ ഷോപ്പിലും മേടിക്കാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കറക്റ്റ് വില കൊടുത്ത് മേടിക്കേണ്ടി വരും. ഇതിലാകുമ്പോൾ നമുക്ക് ഓഫറും ഉണ്ടാവും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കാണുന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ബൈ.